ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ പ്ലീസ് ബി മാരീഡിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഷെന്നു വന്ന് പിണങ്ങിപ്പോയിട്ട് ഷിയാങ്കി അല്ലെങ്കിൽ ഞാൻ ഇത്രയും പറയണ്ടായിരുന്നു, അവന് വന്ന് ഭയങ്കരമായിട്ട് മനസ്സ് വേദനിച്ചതാണെന്ന് തോന്നുന്നു. ഞാൻ ഇത്രയും പറയണ്ടായിരുന്നല്ലോ, ഇനിയിപ്പോൾ ഇപ്പോഴേ കയറണ്ട, ഫിയാൻസി പെണ്ണ് എന്തായാലും വൈകിട്ട് പോകുമല്ലോ, എന്നിട്ട് അപ്പോഴേക്കും എൻ്റെ മനസ്സൊന്ന് ഓക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഷിയാങ്കി വെയിറ്റ് ചെയ്യുക കേട്ടോ. അന്ന് വൈകിട്ട് ഷിയാങ്കി എന്നിട്ട് വൈകിട്ട് രാത്രിയാകുമ്പോൾ കയറുന്ന സമയത്ത് ഫിയാൻസി പെണ്ണ് പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അവളെ അടുത്ത് ചോദിക്കുക, നീ ഇതുവരെ പോയില്ലേന്ന് ചോദിക്കട്ടെ. ആ സമയത്ത് ഷെന്നും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഷെന്നും ചോദിക്കുന്നത് ഫിയാൻസി പെണ്ണിൻ്റെ അടുത്ത്, നീ പോകുന്നില്ലയോ, നീ എന്താ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിക്കാണോ എന്ന്. അപ്പോൾ ആ സമയത്ത് ഇവരകത്തോട്ട് കയറുന്ന സമയത്ത് നമ്മുടെ ഷെന്നിൻ്റെ അമ്മ വന്നിട്ട് പറയാണ്, ഇവളിവിടെ സ്റ്റേ ചെയ്തിട്ടേ, ഇവളല്ലേ നീ എൻ്റെ ഫിയാൻസി പെണ്ണ്, വേണമെങ്കിൽ ഈ ഷിയാങ്കിയുടെ അടുത്ത് പോകാൻ പറ, ഇവളുടെ അടുത്തൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം നിനക്ക് വേണ്ടി ഞാൻ നോക്കി വെച്ചിട്ടുള്ള പെണ്ണാവളെന്ന് പറയുന്ന സമയത്ത് ഷെന്ന് പറയാം, ശരി ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കുന്നത്, പക്ഷേ ഇന്നൊരു ദിവസം മാത്രം, ഇത് കഴിഞ്ഞ് നീ ഇവിടെ സ്റ്റേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം. അപ്പോൾ ഈ ഫിയാൻസി വേണ്ടി പറഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ഡിന്നറെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഫുഡ് കഴിക്കുമെന്ന് പറയുന്ന സമയത്ത് ഷിയാങ്കിയാണ് പറയുക, എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അവൾ അവളുടെ റൂമിൽ പോകാം. അപ്പോൾ എന്നിട്ട് എൻ്റെ ഫിയാൻസി വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ ഷെനാണ്, അമ്മ നിങ്ങൾ എന്നെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഒരു അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഷെനിൻ്റെ അമ്മ പറയണം, നീ ഞാൻ പറയുന്നത് കേൾക്കുവാണെങ്കിൽ ഞാൻ നിന്നെ ഉറപ്പായിട്ട് സ്നേഹിക്കും, പക്ഷെ നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് പെരുമാറുന്നതെന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് ഷെൻ പറയും, ശരി അമ്മ ചെന്ന് കിടക്ക് എന്ന് പറഞ്ഞിട്ട് ഇവനൊന്നും കയറി പോകുക. എന്നിട്ട് രാത്രി പോകുന്ന സമയത്ത് ഇവനാണെങ്കിൽ പിന്നെയും ഇവൻ്റെ അമ്മ ചെറുപ്പത്തിൽ ഇവനെ അടിച്ചതും അവർ വഴക്ക് പറഞ്ഞ സീനൊക്കെ വന്നിട്ട് ദുസ്വപ്നം വന്നു പോകട്ടോ. അപ്പോൾ അവനാണെങ്കിൽ രാത്രി എണീറ്റ് ശരി എന്നാൽ പോയിട്ടും കാറ്റസ്റ്റർ ഗുളിക ഉറങ്ങാനായിട്ട്, ഇങ്ങനെ ദുസ്വപ്നം ഒന്നും കാണാതെ ഉറങ്ങാനായിട്ട് ഗുളിക കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാനായിട്ട് കിച്ചണിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഷിയാങ്കി ആണെങ്കിൽ അവിടെ വെള്ളം കുടിക്കാനായി വന്നിട്ട് കേട്ടോ. അപ്പോൾ ഷെന്നാണെങ്കിൽ ഗുളികയൊക്കെ എടുത്ത് കഴിക്കുന്ന കാണുമ്പോൾ ഷിയാങ്കി ചോദിക്കുകയാണ്, എന്ത് പറ്റി, ടാബ്ലറ്റ് എല്ലാം എന്തിനെടുത്ത് കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഷെന്നാണെങ്കിൽ പറയാം, അതൊന്നും കൊല്ലാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊന്നും പറയാതെ പോകുക. അപ്പോൾ ഷിയാങ്കി ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിക്കണം, ഷെന്നൊന്നും പറയാതെ തന്നെ പോകാവുന്നു കേട്ടോ. അങ്ങനെ പിറ്റേന്നാവുന്ന സമയത്ത് ഷിയാങ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഷെന്നും ഷിയാങ്കി ഇപ്പോൾ ചെറിയ രീതിക്ക് പിണങ്ങിയിരിക്കണം. അപ്പോൾ ഷിയാങ്കി ആണെങ്കിൽ പുറത്ത് പോയിട്ട് നമ്മുടെ ലൂവിലെ ഏജൻറ്റ് അവനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എനിക്ക് വന്നിട്ട് ആ ഒരു ആ ഷോയുടെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ മൂവി എന്ന് പറഞ്ഞില്ലേ, അത് വന്ന് ഒരു ഓഡീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രോഗ്രാം പോലെയാണ്. ഫസ്റ്റത്തെ സീസണിൽ അവളെ എങ്ങനെയാണോ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് അതിൽ ജയിച്ച് ഫസ്റ്റ് എത്തി വന്നത്, അതുപോലെ ഇതിലും നമ്മൾ ഓരോരോ സ്റ്റേജുകൾ പാസ്സായി വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഇതിൽ ആക്ട്രസ് ആയിട്ട് അഭിനയിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൂവിനെ വിളിക്കുന്ന സമയത്ത് ലൂ പറയണം, ഇന്ന് സ്റ്റാർട്ട് ചെയ്യത്തില്ല ഷോ, നാളെ തൊട്ടേ സ്റ്റാർട്ട് ആവത്തുള്ളൂ, അതുവരെ നീ എങ്ങനെ നിന്നേ പറ്റുമെന്ന് പറയുന്ന സമയത്ത് ഷിയാങ്കിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് കറക്റ്റ് വന്ന സൂ വിളിച്ചിട്ട് നമ്മുടെ ഷിയാങ്കിയുടെ അടുത്ത് പറയണം, നീ എൻ്റെ കൂടെ ഡിന്നറിന് പുറത്ത് വരുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഷിയാങ്കി ആണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ പോകാൻ പറ്റത്തില്ല, കാരണം ഫിയാൻസി പെണ്ണും അവിടെയുണ്ട്, പക്ഷേ എൻ്റെ അമ്മ അവിടെയുണ്ട്, അവൾക്കൊരു സമാധാനം കാണത്തില്ല, അതുകൊണ്ട് അവൾ ഓക്കെ സൂവിൻ്റെ കൂടെ പോയിട്ട് ഡിന്നർ കഴിക്കാതിരിക്കാം. അപ്പോൾ സൂവിന് മനസ്സിലായി ഇവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ സൂ വന്ന് ഷിയാങ്കിയുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീയും ഷെന്നെ തമ്മിൽ എന്തെങ്കിലും വഴക്കും അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിക്കുന്ന സമയത്ത് ഷിയാങ്കി പറയുന്നത് ചെറിയ രീതിയിലൊരു വഴക്കില്ലാന്ന് പറയുന്ന സമയത്തും നമ്മുടെ സൂപ്പറാണ്, ആ വഴക്കാണെങ്കിൽ വേഗം ബ്രേക്കപ്പ് ചെയ്യാൻ നോക്കുന്നത്, എനിക്ക് ഇനിയും നല്ല നല്ല ചാൻസ് ഉണ്ടല്ലോ, വേണമെങ്കിൽ നിൻ്റെ മുന്നേ തന്നെ നിനക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇരിപ്പുണ്ടെന്ന് പറയുന്ന സമയത്തും ഷിയാങ്കി ആരാ നിൻ്റെ കാര്യമാണോ ഈ പറയുന്നതെന്ന്. അപ്പോൾ സൂ പറയണം, എൻ്റെ കാര്യം തന്നെ, വേണമെങ്കിൽ നമുക്കങ്ങ് ലവ് ചെയ്താലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഷിയാങ്കി ആണെങ്കിൽ റിജക്റ്റ് ചെയ്യാൻ വരിക. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അവൻ പറയാണ്, അയ്യോ നീ റിജക്റ്റ് ചെയ്യുന്നൊന്നും വേണ്ട, നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി, നീ റിജക്റ്റ് ചെയ്യുന്ന കാര്യമൊന്നും എൻ്റെ മുഖത്തേക്ക് പറഞ്ഞു കളയില്ലെന്ന് അവനും പറയും കേട്ടോ. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഷെന്നാണെങ്കിൽ ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് ഇവൻ്റെ കസാര കയറിയിട്ട് മറ്റേ ഏജൻറ്റ് ലൂ കയറിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവൻ ചോദിക്കും, എന്തുവാണ് എപ്പോഴും നീ എൻ്റെ കസാര ഇരിക്കുന്നത്, നിനക്ക് വേറെ ജോലിയും കൂലിയൊന്നും ഇല്ല, നീ എന്തിനാ എൻ്റെ ഓഫീസിൽ വന്നിങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ചോദിക്കണേ, അല്ല എന്താ സംസാരത്തിലൊക്കെ ഒരു മാറ്റം എന്തുവാ, നീ എന്താ ഷിയാങ്കിയായിട്ട് വല്ല വഴക്കുണ്ടായെന്ന് ചോദിക്കാം. അപ്പോൾ ഷെന്നാണെങ്കിൽ അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ലെന്ന്. ഷിയാങ്കിനെ രാവിലെ വിളിച്ചായിരുന്നു, അവളുടെ സംസാരം വെച്ച് നോക്കി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വഴക്കുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഇനി പിന്നെ നീ അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ നോക്കുന്ന കുറേ സമയത്തും ഷെന്നെ പറയും, പിന്നെ ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ട് അവൾ കണ്ടേച്ചാൽ മതി എന്ന് പറയാം കേട്ടോ. പക്ഷേ ഇവൻ വീട്ടിൽ പോകുന്നതിന് മുമ്പ് അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് എല്ലാം ജ്വല്ലറിന്ന് വാങ്ങിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഷെന്ന് പോകുന്നത്. എന്നിട്ട് അന്ന് രാത്രി വന്നിട്ട് ഇവൾ വന്ന് വീട്ടിലേക്ക് രാത്രി വരുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഫിയാൻസി പെണ്ണ് ചോദിക്കണം, ഓ ഞാൻ വിചാരിച്ചു നീ ഇവിടെ നിന്ന് പോയെന്ന്, നീ പോയതൊന്നും അല്ലേ, പിന്നെയും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്ന് നിനക്ക് നാണമൊന്നും ഇല്ലേ ഇവിടെ കയറി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിയാങ്കി ഭയങ്കര ഇൻസൾട്ട് ചെയ്ത പോലെ സംസാരിക്കും. ഇത് വന്നിട്ട് അനൻ അവിടെ നിന്ന് കേൾപ്പുണ്ട് കേട്ടോ. അപ്പോൾ അനൻ വിചാരിക്കും, ഓ നിനക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് ഇത്രയും ഇതിൽ സംസാരിക്കാൻ നിനക്ക് ഇത്രയും ധൈര്യമായിരുന്നു, നിനക്ക് ഞാൻ നല്ലൊരു പണി തരാമെന്നും പറഞ്ഞ് ഗ്രാൻഡ് പേ വിളിച്ച് കാര്യം അന്വേഷിക്കുക. അപ്പോൾ ഗ്രാൻഡ് പേ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുവാണ്. അപ്പോൾ ഷെന്ന് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷെന്നിൻ്റെ അടുത്ത് ഷിയാങ്കിയോട് ചോദിക്കുക, ഷെൻ ഇത് ഏതാ ഈ പെണ്ണെന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഫിയാൻസി പെണ്ണ് പറയണം, ഞാനാണ് ഷെന്നിൻ്റെ ഫിയാൻസി. അപ്പോൾ ഗ്രാൻഡ്പയ്ക്ക് ഭയങ്കര ദേഷ്യം വരും. ഗ്രാൻഡ് പറയണം, ഷിയാങ്കി ഇനി നീ ഇവിടെ സ്റ്റേ ചെയ്യേണ്ട കാര്യമില്ല, നീ മര്യാദയ്ക്ക് ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ വന്നോ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഷിയാങ്കി വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാട്ടോ.
ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഷെന്നിനൊന്നും പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഗ്രാൻഡ് പേയുടെ അടുത്ത് ഇവൻ വാക്ക് കൊടുത്തായിരുന്നു, ഷിയാങ്കി പ്രേമിക്കുകയാണ്, ഇവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തോണ്ടാണ് നിന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു പെണ്ണിവിടെ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് അവനൊന്നും പറയാനും പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഷെന്നും അതുപോലെ തന്നെ ഷെന്നിൻ്റെ അമ്മയും കൂടി സംസാരിക്കുന്ന സമയത്ത് ഷെൻ്റെ അമ്മ പറയണം അടുത്ത മാസം തന്നെ നമുക്ക് എൻഗേജ്മെൻറ്റ് വെക്കണം എന്ന് പറയുന്ന സമയത്ത് ഷെന്നി പറയണം എനിക്ക് ഷിയാങ്കി ഇഷ്ടം എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയാമല്ലോ, പിന്നെ അമ്മ എന്തിനാണ് എന്നെ ഇങ്ങനെ കൂടുതൽ ഇതാക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഷെന്നിൻ്റെ അമ്മ പറയണം നിനക്ക് എന്തോ അറിയാം, നീയും അയാളെ പോലെ വൃത്തികെട്ട രീതിക്കൊന്നും നടക്കാൻ നിൽക്കരുത്, വൃത്തികെട്ടൊരു പെണ്ണിനെ ഒന്ന് കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, എൻ്റെ മോൻ്റെ ലൈഫ് നന്നായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുന്ന സമയത്ത് അപ്പോൾ അവൻ പറയണം പറ്റത്തില്ല അമ്മ, എൻ്റെ ലൈഫിൻ്റെ കാര്യം ഞാൻ ഡിസൈഡ് ചെയ്യുന്നു പറയുന്ന സമയത്ത് നമ്മുടെ ഷെൻ്റെ അമ്മ വന്ന് അവൻ്റെ ചെവിക്കൽ നോക്കി ഒരെണ്ണം കൊടുത്തിട്ട് പറയണം അല്ലെങ്കിൽ നീ അയാളെ പോലെ തന്നെയാണ്, നിൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറയാട്ടോ. പക്ഷേ എന്തിനാ എൻ്റെ പപ്പയെ അടിച്ചതെന്നും പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാട്ടോ. ഇനി പിറ്റേന്ന് രാവിലെ ആവുന്ന സമയത്തും നമ്മുടെ ഓൾറെഡി മറ്റേ ഫിയാൻസി പെണ്ണ് വന്നിട്ട് നമ്മുടെ ഷെൻ്റെ അമ്മയ്ക്ക് മറ്റേ സാൻഡ്വിച്ചൊക്കെ ഭയങ്കര ഫേവറേറ്റ്, സാൻഡ്വിച്ച് അതുപോലെ കോഫി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അനം വന്നിട്ട് എന്ന് വെച്ചാൽ സാൻഡ്വിച്ചിനകത്ത് പേസ്റ്റും തേച്ച് വെച്ച് അതുപോലെ കുറേ കുരുമുളക് വന്ന് കോഫിക്കകത്തിട്ട് വയ്ക്കുക. അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഷെന്നിൻ്റെ അമ്മ ചോദിക്കുകയാണെങ്കിൽ എന്താ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയാൻ നിൽക്കും. ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ഈ ഫിയാൻസി പെണ്ണ് ചെന്ന് നോക്കുന്ന സമയത്ത് അനൻ്റെ പണിയത്. അപ്പോൾ അനനെ പിടിച്ചുകൊണ്ട് വരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് അനൻ ഇങ്ങനെ ഒരു കുരുത്തക്കേടൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഷെന്നിൻ്റെ അമ്മ പറയണം നിന്നേക്ക് അടിച്ച് വളർത്താത്തതിൻ്റെ കുഴപ്പം വന്നിട്ട് അടിക്കാൻ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ഷെന്ന് വന്നിട്ട് പറയാണ് എന്തിനാ ഈ കൊച്ചിനെ അടിക്കുന്നത്, ഇതേ ഞാൻ ദത്തെടുത്ത് കൊണ്ടുവന്നത്, നിങ്ങൾക്ക് ആർക്കും ഇതൊരു അവകാശമില്ല, ഈ കൊച്ചിൻ്റെ മേൽ കൈവയ്ക്കരുതെന്ന് പറഞ്ഞിട്ട് അനനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാം. എന്നിട്ട് അനനും അതുപോലെ തന്നെ ഷെന്നും കൂടി റൂമിൽ ഇരിക്കുന്ന സമയത്ത് അനൻ ചോദിക്കുകയാണ് പപ്പയ്ക്ക് അമ്മയെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പറ നമുക്ക് അമ്മയെ വിളിക്കാമെന്ന് പറയാം. അപ്പോൾ ഇവനാണെങ്കിൽ തുറന്ന് പറയാൻ വയ്യ. അപ്പോൾ എടുത്തോണ്ട് നമ്മുടെ അനൻ പറയാണ് പപ്പ പറഞ്ഞില്ലെങ്കിൽ വേണ്ട എനിക്ക് എല്ലാ കാര്യവും അറിയാം, ഞാൻ അമ്മയെ വിളിക്കാൻ പോകുന്നിട്ട് വിളിക്കുക. അപ്പോൾ വിളിക്കുന്ന സമയത്ത് ഇവളാണെങ്കിൽ സ്പീക്കറിലിടുക കേട്ടോ, കാരണം ഗ്രാൻഡ് പഠിത്തിരിപ്പുണ്ട്. അപ്പോൾ അനൻ സംസാരിച്ചിട്ട് പറയണം അമ്മ ഞാൻ തന്നെ സംസാരിക്കുന്ന അമ്മയുടെ അടുത്ത് എനിക്കൊരു സീക്രട്ട് പറയാനുണ്ടെന്ന് പറയുന്ന സമയത്ത് ഷിയാങ്കി എന്ന് വെച്ചാൽ സ്പീക്കർ മാറ്റി നോർമൽ കോളിൽ വയ്ക്കുക. ആ സമയത്ത് കറക്റ്റ് ഇവൻ വന്നിട്ട് അത് വന്ന് നമ്മുടെ ഷെന്നിൻ്റെ കയ്യിലെടുക്കുക. അപ്പോൾ ഷെന്നെ ആദ്യം ചോദിക്കുന്നതിന് നിനക്ക് അവിടെ ഓക്കെ അല്ലേ കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഷിയാങ്കി വേറെ കുഴപ്പമില്ലെന്ന്. അപ്പോൾ അണ്ണൻ്റെ അടുത്ത് തന്നെ പറയാണ് പപ്പ പറയോപ്പാ അമ്മയെ കുറേ മിസ് ചെയ്തെന്ന് പറയോപ്പാ എന്ന് പറയുന്ന സമയത്ത് ഷെന്നെ അതൊന്നും പറയാതെ പറയാണ് അതെ നിൻ്റെ ഷോയുടെ കാര്യമൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടാന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് പോകും. അവനാണെങ്കിൽ ഒരു ഇച്ചിരി ഷൈ ടൈപ്പാന്ന് തോന്നിട്ട് തുറന്ന് കാര്യങ്ങളൊന്നും പറയാതില്ല. അപ്പോൾ എടുത്തോണ്ട് നമ്മുടെ അനൻ പറയണേ ഞാൻ ഈ പപ്പയെ കണ്ട് പഠിച്ചാൽ ശരിയാവത്തില്ല, ഈ പപ്പയ്ക്ക് റൊമാൻസ് ഒന്നും വരത്തില്ലെന്നാണ് തോന്നുന്നത്, പപ്പയ്ക്ക് ഒരു കാര്യം ഓപ്പണായിട്ട് പറയാനൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് അനൻ അവിടെ ഇരിക്കുക. ഇനി അവിടുന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഷെന്നാണെങ്കിൽ ഫോൺ എങ്ങാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് വന്നിട്ട് മറ്റേ ഫിയാൻസി പെണ്ണ് ഇച്ചിരി നല്ല രീതിക്ക് ഡ്രസ്സ് എല്ലാം ചെയ്തിട്ട് അവൻ്റെ അടുത്തോട്ട് കോഫിയും കൊണ്ടുവരും കേട്ടോ. എന്നിട്ട് ഇവൻ ശ്രദ്ധിക്കത്തൊന്നുമില്ല. പക്ഷെ അവൾ വന്നിട്ട് ഇനി കോഫി എല്ലാം വെക്കുന്ന സമയത്ത് ഇവൻ ചോദിക്കുകയാണ് നീ എന്താ ഈ റൂമിക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന റൂമിക്ക് വരേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഫിയാൻസി പെണ്ണ് പറയുന്നത് ഞാനല്ലേ നിങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്നത്, പിന്നെ ഞാൻ വന്നാൽ എന്താണെന്ന് പറയുന്ന സമയത്ത് ഷെന്നെ എടുത്ത് തന്നെ പറയണം നിനക്ക് എത്ര വട്ടം പറയാനും മനസ്സിലാവും, ഞാൻ ഇത്രയും രീതിക്ക് പെരുമാറിയിട്ട് നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ വിവരമില്ലാത്തതാണോ അത് അറിയാത്ത പോലെ നിൽക്കുന്ന ഞാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫിയാൻസി പെണ്ണ് പറയണം അങ്ങനെയാണോ കാര്യങ്ങൾ, എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ അമ്മ നിങ്ങളെ സ്നേഹിക്കണം എന്നല്ലേ, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മ എന്തുവരെ നിങ്ങളെ സ്നേഹിക്കും, അപ്പോൾ അതല്ലേ നല്ല ബെറ്റർ പോയി എന്ന് പറയുന്ന സമയത്ത് ഷെൻ പറയാമെന്ന് എനിക്ക് പറയേണ്ട കാര്യം നീ ഒന്ന് ഇവിടുന്ന് പോയി തരാമെന്ന് പറഞ്ഞിട്ട് ഫിയാൻസി പെണ്ണ് അവിടെ നിന്ന് പറഞ്ഞേക്കാം. എന്നിട്ട് അന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ ഫിയാൻസി പെണ്ണ് പറഞ്ഞതും അതുപോലെ തന്നെ ഷെന്നിൻ്റെ അമ്മ പറഞ്ഞു കാണുമല്ലോ ഞാൻ പറയുന്നത് കേൾക്കുവാണെങ്കിൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, അതും അതുപോലെ തന്നെ ചെറുപ്പത്തിൽ അടിച്ച സീനും എല്ലാം വന്നിട്ട് ഇവനൊരു ദുസ്വപ്നം പോലെ വന്നു പോകാട്ടോ. എന്നിട്ട് അവൻ ഞെട്ടി എണീക്കും. ആ സമയത്ത് അനൻ കൂടെ കിടപ്പുണ്ട്, അവനും എണീക്കും കേട്ടോ. അപ്പോൾ അവൻ ചോദിക്കണം പപ്പ എന്ത് പറ്റി പിന്നെയും സ്വപ്നം കണ്ടാന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയണം ആ സ്വപ്നം കണ്ട് ഞാൻ പോയിട്ട് ഗുളിക വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങോട്ടോ. ഇവ ഇറങ്ങുന്ന സമയത്ത് കറക്റ്റ് അനം വിളിച്ചിട്ട് ഷിയാങ്കിയുടെ അടുത്ത് പറയണം പപ്പയ്ക്ക് താണ്ടി രാത്രി എന്തോ സ്വപ്നം കണ്ട് എണീറ്റ് ഇതാ ഗുളിക വാങ്ങാനായിട്ട് ഇറങ്ങിപ്പോയെന്ന് പറയാം. അപ്പോൾ ഷിയാങ്കിക്ക് ആകെ ടെൻഷനായിട്ട് ഷിയാങ്കി നമ്മൾ ഷെന്നെ വിളിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പോൾ കുറേ വട്ടം വിളിക്കുമ്പോൾ കിട്ടത്തില്ല. ലാസ്റ്റ് വിളിക്കുന്ന സമയത്ത് അവൻ കോൾ അറ്റൻഡ് ചെയ്യാം കേട്ടോ. കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഷിയാങ്കിയുടെ അടുത്ത് അവൻ പറയണം നീ ഒരു കാര്യം ചെയ്യുമോ, നീ ഞാൻ ജനലിൻ്റെ അവിടെ നിന്ന് വന്ന് നോക്കാൻ പറഞ്ഞ സമയത്ത് വന്ന് നോക്കുമ്പോൾ എന്തോ ഷെന്ന് താണ്ടേ നമ്മുടെ ഷിയാങ്കിയുടെ ഗ്രാൻഡ് പേയുടെ വീടിൻ്റെ കീഴേ വന്നിട്ടുണ്ട്. അപ്പോൾ ഷിയാങ്കിനെ വേഗം ഓടിച്ചില്ല, കാരണം അവനെ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അത്രയും അവർ പിണങ്ങിയിരുന്ന് നോക്കിയില്ലേ. അപ്പോൾ ഷെന്നിൻ്റെ അടുത്ത് അവൾ പറയണം അകത്ത് കയറി വരാൻ പറയാം. അപ്പോൾ ഷെന്ന് പറയാതൊന്നും വേണ്ട ഗ്രാൻഡ് പറഞ്ഞ വിഷയമാകത്തില്ലെന്നും. അപ്പോൾ ഷിയാങ്കി പറയണം നിങ്ങളിവിടെ പുറത്ത് നിന്നിട്ട് നമ്മൾ സംസാരിക്കുന്ന ശബ്ദം കേട്ട് ഗ്രാൻഡ് പറഞ്ഞാലേ പ്രശ്നം, അകത്ത് വരുവാണെങ്കിൽ ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞിട്ട് ഷെന്നിനും കൂട്ടി അകത്ത് പോകണം. ഈ സീനോട് കൂടിയതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കൂടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ.